ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക. വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ട്. ദൈവിക പദ്ധതിക്കായി, ദൈവിക പ്രവൃത്തിക്കായി കാത്തിരിക്കണം. താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത, ഇന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, ഇന്ന് അനുഭവിക്കുന്ന പരാജയങ്ങൾ സകലത്തിനും മറുപടി നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. താങ്കളുടെ നാളുകളിൽ താങ്കളെ ദൈവം അനുഗ്രഹിക്കും. വരും ദിവസങ്ങളിൽ താങ്കളെ നിന്ദിച്ചവർ താങ്കളിൽ നിന്നും നന്മ അനുഭവിക്കുന്ന ഒരു ദിവസമുണ്ട്. ആകയാൽ ദൈവപ്രവൃത്തിക്കായി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുക. വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലെ തകർച്ചകളും പരാജയങ്ങളെയും ഇല്ലാതാക്കി ജയമാക്കി മാറ്റുന്ന കർത്താവ് യേശു ക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട്. താങ്കളുടെ ശത്രുക്കളെക്കാൾ ശക്തനാണ് നാം സേവിക്കുന്ന ദൈവം. താങ്കളുടെ പ്രശ്നം എത്ര വലിയതാണെങ്കിലും ദൈവം പരിഹരിക്കും. പരീക്ഷ അനുഭവിച്ചാൽ പരിഹാരം നൽകുന്ന ദൈവം താങ്കളുടെ കൂടെയുണ്ടെന്ന് ഓർക്കുക. ഭക്തനായ അബ്രഹാം മോറിയ മലയിൽ ഇസഹാക്കുമായി ചെല്ലുമ്പോൾ അബ്രഹാം അറിയാതെ, ഇസഹാക്ക് അറിയാതെ ദൈവം ഒരാളിനെ കരുതിയിട്ടുണ്ടായിരുന്നു. കണ്ണുനീര് വീണാലും ഒപ്പിയെടുത്ത് തിരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമാക്കുന്ന യേശുവുണ്ട്. ആരെല്ലാം താങ്കളെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്ന യേശുവുണ്ട്. കഷ്ടങ്ങളിലും വിളിച്ചു പറയണം, എനിക്ക് ആശ്വാസം നൽകുന്ന, തക്ക സമയത്ത് വിളിച്ചാൽ ഉത്തരം നൽകുന്ന ഏക ദൈവം കർത്താവ് യേശു ക്രിസ്തു മാത്രമാണെന്ന്. 50-ാം സങ്കീർത്തന പുസ്തകം 15-ാം വാക്യം ഇപ്രകാരം വിളിച്ചു പറയുന്നു: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുമെന്ന്. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. വചനം ശ്രവിക്കുന്ന താങ്കളെ തോൽപ്പിച്ചവരുടെ മുൻപിൽ താങ്കളുടെ ജീവിതം തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. താങ്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. താങ്കളുടെ ജീവിതം ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കും. ശത്രു തോൽപ്പിച്ചെടുത്ത് ദൈവം നിങ്ങളെ വിജയിപ്പിക്കും. തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയാളിയാക്കി മാറ്റുന്ന കർത്താവ് കൂടെയുണ്ട്. താങ്കളെ ശ്രേഷ്ഠമായി മുന്നോട്ട് വഴി നടത്തും. 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം 34-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ നിരവധി ബന്ധുക്കളും പരിചയക്കാരും അവകാശപ്പെട്ടേക്കാം. നേട്ടങ്ങളും പുതിയ വിജയങ്ങളും അവരെ സ്വാധീനത്തിൻ്റെ ബലങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ അവർ കണ്ടേക്കാം. എന്നാലും ഒരിക്കൽ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, താങ്കളെ കൊള്ളത്തില്ല, താങ്കളൊരു മണ്ടനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ മുദ്ര കുത്തിയപ്പോൾ, താങ്കളെ എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ, കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് താങ്കളെ മാനിച്ചത്, അംഗീകരിച്ചത് എന്ന് ഓർക്കുക. ആകയാൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഭക്തനായ ദാവീദ് 118-ാം സങ്കീർത്തന പുസ്തകം എഴുതുമ്പോൾ 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യർ കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല. മനുഷ്യർ ചതിക്കും, ദൈവം ചതിക്കത്തില്ല. മനുഷ്യർ തള്ളിക്കളയും, ദൈവം ചേർത്ത് നിർത്തും. ആകയാൽ ജീവിതത്തിലെ എന്ത് തകർച്ച ആയിക്കോട്ടെ, ജീവിതത്തിലെ എന്ത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, താങ്കൾ അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളും ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. തീർച്ചയായും ദൈവപ്രവൃത്തി താങ്കൾ കാണും. അത്ഭുതങ്ങളും അടയാളങ്ങളും താങ്കൾ അനുഭവിക്കും. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളും കർത്താവിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ പൂർണ്ണമായി ഈ നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവിക പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.